ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ഫ്രൂട്ട് സലാഡാണ്. ആദ്യം തന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ml 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. വേറൊരു ബൗളിലേക്ക് കുറച്ച് പാലെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കട്ടയില്ലാതെ നന്നായി ഇളക്കി മാറ്റി വയ്ക്കുക. പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കട്ട കെട്ടാതെ ഇളക്കി തിക്കാക്കി എടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ റെഡിയാക്കി എടുക്കാം. കുറച്ച് ആപ്പിൾ ചെറുതായി അരിഞ്ഞത്, മുന്തിരി, ഈത്തപ്പഴം, മാതളം, ഉണക്കമുന്തിരി, ബദാം, ചെറുപഴം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് കപ്പ് ഉണ്ടാക്കാനുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതേപോലുള്ള ഒരു പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ച് കപ്പിൻ്റെ അകംഭാഗം ഫുള്ളായിട്ട് ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തെടുക്കുക. കപ്പിനെ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സിനെ കപ്പിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കരുത്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റും കസ്റ്റാർഡും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പേപ്പർ കപ്പിനെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം.
ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോക്ലേറ്റ് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.